ഈ ബംഗാളിലെ ചിത്രം കൂടുതൽ പ്രശ്നമാകുന്നു. സുവേന്ദു അധികാരിയുടെ PA കഴിഞ്ഞ ദിവസം അക്രമികൾ വെടിവെച്ചു കൊന്നു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. കൈവിട്ട് പോകുമോ ബംഗാളിലെ കാര്യങ്ങൾ? ബംഗാൾ ആ പേര് പറയുമ്പോൾ തന്നെ അതിൻ്റെ പര്യായപദമായിട്ട് ഗുണ്ടാരാജ് എന്നുകൂടി പറയണം. ഈ നമ്മൾ പണ്ട് ബീഹാറിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, ജംഗിൾ രാജ് എന്നൊക്കെയാണല്ലോ ബീഹാറിനെ വിശേഷിപ്പിച്ചത്. തീർച്ചയായിട്ടും അതേപോലെ ഗുണ്ടാരാജ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റവുമില്ല. ഇനി BJP സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒരു തുടച്ചു നീക്കൽ അക്കാര്യത്തിൽ നടത്തുമെന്ന് പറയുന്നു. ഏതായാലും അത് അനിവാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നടന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി 10:30 ഈ സംഭവം. ഇത് നടക്കുന്നത് മധ്യാംഗ്രാം എന്ന് പറയുന്ന നോർത്ത് 24 പർഗനാസ് എന്ന് പറയുന്ന സ്ഥലത്തെ മധ്യാംഗ്രാം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് ഈ കൊലപാതകം നടക്കുന്നത്. സുവേന്ദു അധികാരിയുടെ PA, അദ്ദേഹത്തിൻ്റെ പേര് ചന്ദ്രനാഥ് റാത്ത്. ഇയാൾ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ്. വ്യോമസേനയിൽ സേവനം അനുഷ്ഠിച്ച് ഏതാണ്ട് 20 വർഷത്തോളം വ്യോമസേനയിൽ സേവനം അനുഷ്ഠിച്ച് പിന്നീട് അദ്ദേഹം ഒരു ആധ്യാത്മിക ലൈനിൽ ഈ രാമകൃഷ്ണ മിഷനൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കയറി. ഇദ്ദേഹം ഒരു വിമുക്ത ഭടൻ, ഒരു ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്നതിലുപരി ഈ അഡ്മിനിസ്ട്രേഷൻ ലെവൽ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാമല്ലോ, ഈ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വേർപെട്ടു പോയവരാണ് BJP വക്ത. ഈ സുവേന്ദു അധികാരിയും ഒരു കാലത്ത് തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്നു. മമതാ ബാനർജി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. അപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വവും BJPയുമായിട്ടുള്ള കാര്യങ്ങൾ സുഗമമാക്കാനായിട്ടുള്ള മധ്യവർത്തിയായിട്ട് പ്രവർത്തിച്ചവരിൽ പ്രധാനിയാണ് ഈ ഇപ്പോൾ കൊല്ലപ്പെട്ട ഈ റാത്ത് എന്ന് പറയുന്ന ഈ കക്ഷി. ഇദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യോമസേനയിൽ നിന്ന് വിരമിച്ച ശേഷം ഈ രാമകൃഷ്ണ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനിടെ ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുന്നു. അങ്ങനെ സുവേന്ദു അധികാരി 2019 മമതാ ബാനർജി സർക്കാരിൽ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫിൽ അംഗമാകുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനാകുന്നു. അദ്ദേഹം BJPയിലേക്ക് മാറിയപ്പോൾ ഈ BJP കേന്ദ്ര നേതൃത്വവും സുവേന്ദു അധികാരിയുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ, ഭാഷാപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബംഗാളി ഹിന്ദി ചില പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കാനായിട്ട് ഇവരുടെ ഒരു ഇന്നർ സർക്കിൾ, ഉപജാപക സംഘം എന്നൊക്കെ നമ്മൾ പറയും, അതേപോലെ ഒരാളായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം ഒരു കിങ് മേക്കറാണ്, ബിഹൈൻഡ് ദ കർട്ടൻ പ്രവർത്തിക്കുന്ന കൃത്യമായ ഒരാൾ. അപ്പോൾ ആരെ തീർത്താൽ ഇനിയാളെ തീർക്കാം എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇയാളെ വേട്ടയാടി കൊന്നത് എന്ന് മനസ്സിലാക്കാം. ഇത് നടക്കുന്നത് വളരെ ആസൂത്രിതമായിട്ടാണ്. കാരണം സുവേന്ദു അധികാരി ഇപ്പോൾ ആക്ഷേപം ഉന്നയിച്ചേക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ഇവർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഇപ്പോൾ നടക്കുന്നത്. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. കാരണം ഇയാൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വീടെത്താൻ ഒരു 200 മീറ്റർ മാത്രം അവശേഷിക്കുന്നുള്ളൂ. ആ സമയത്ത് ഒരു കാറ് കൊണ്ടുവന്ന് വട്ടവിടുകയാണ്. അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷൻ കൊണ്ടുവന്നിട്ട് കാറ് വട്ടവിട്ടിട്ട്, അതായത് ദൊഹാരിയ എന്ന് പറയുന്ന ജംഗ്ഷനിൽ വന്ന് ഒരു വെള്ള കളർ നിസാൻ മൈക്ര കാറ് കൊണ്ടുവന്ന് വട്ടവിടുന്നു. എന്നിട്ട് ഇദ്ദേഹം സഞ്ചരിച്ചിരുന്നത് ഒരു മഹീന്ദ്ര സ്കോർപിയോ കാറിലാണ്. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഡ്രൈവറും ഉണ്ടായിരുന്നു. അപ്പോൾ കാറ് വട്ടവിട്ട് ആ ഗതാഗതം ബ്ലോക്ക് ചെയ്തിട്ട് അക്രമികൾ ബൈക്കിലാണ്, 4 ബൈക്കുകളിലായിട്ടാണ് വന്നത്. അതായത് ഡ്രൈവർ സൈഡും ഇടതുവശമാണല്ലോ ഇയാൾ ഇരിക്കുക, ഫ്രണ്ട് സീറ്റിൽ ഇടതുവശം. അതിൻ്റെ ഈ വിൻഡോ ഗ്ലാസ് തകർത്തുകൊണ്ടാണ് വെടിയുണ്ട കയറിയേക്കുന്നത്. ഒരു 4 വെടിയുണ്ടകൾ പാഞ്ഞിട്ടുണ്ട്. അതിൽ 3 എണ്ണം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്. അതിൽ 2 എണ്ണം നെഞ്ചു തുളച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു പോയി, ഒരെണ്ണം അടിവയറിലും കയറി എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടല്ല, ക്ഷമിക്കണം, അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത് ആശുപത്രിയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം മരണപ്പെട്ടു. ഒരു വെടിയുണ്ട ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവർക്കും പതിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഇപ്പോൾ ജീവൻ മരണ പോരാട്ടത്തിലാണ്. ഏതായാലും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുവേന്ദു അധികാരിയെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം അദ്ദേഹത്തിൻ്റെ PAയിൽ കലാശിച്ചോ എന്ന് സംശയിച്ചാൽ പോലും തെറ്റ് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇനി അടുത്തൊരു പുലിവാലാവുകയാണോ ഈ മമതയ്ക്ക്? ഉറപ്പായിട്ടും. കാര്യം ഇപ്പോൾ അവിടെ ഈ സുവേന്ദു അധികാരി അടക്കം ഇപ്പോൾ പ്രസ്താവന നടത്തിയിരിക്കുന്നു. BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ അടക്കം സകലമാന ഗുണ്ടകളെയും തൂത്തു തുടച്ച് വൃത്തിയാക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയണം. കാര്യം ഇത് ഈ ഗുണ്ടാ സംഘങ്ങൾ, തൃണമൂൽ കോൺഗ്രസ് പാലൂട്ടി വളർത്തിയ അധോലോക സംഘങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത് വ്യക്തമാണ്. കാര്യം നേരത്തെ തന്നെ BJP ആരോപണം ഉന്നയിച്ചിരുന്നു. പലയിടങ്ങളിലും വലിയ അക്രമ സംഭവങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ
BJP പ്രവർത്തകർ നടത്തുന്ന അക്രമ സംഭവങ്ങളെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ BJP പ്രവർത്തകരുടെ വേഷധാരികളായിട്ട് വന്ന് ചെയ്യുന്ന അക്രമങ്ങളാണെന്ന് തെളിവുകൾ സഹിതം ഇവർ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും കൊൽക്കത്ത പോലീസ് അവസരത്തിന് തുയർന്നിട്ടുണ്ട്. ഇതുവരെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അക്രമ സംഭവങ്ങളിൽ 80 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്, പിടിയിലായിട്ടുള്ളത്. അതിൽ 65 പേര് കസ്റ്റഡിയിലുമായിട്ടുണ്ട്, ഒരു 15 പേരെ കരുതൽ തടങ്കലിലും വെച്ചിട്ടുണ്ട്. ഇത് കൊൽക്കത്തയിലെ ആ ഒരു പ്രദേശത്തെ, ആ നഗര കേന്ദ്രീകൃതമായി നടക്കുന്ന ഒരു സ്ഥലത്തെ പ്രശ്നമാണ്. ഈ ബംഗാളിൽ അവിടുത്തെ സോഷ്യൽ മീഡിയ ഫീഡുകളിൽ 2 പാർട്ടികളും മത്സരിച്ച് ഓരോ ഫീഡുകളിലും ഓരോ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അതനുസരിച്ച് വളരെ ഹീനമായ അക്രമ സംഭവങ്ങളാണ് ബംഗാളിൽ അന്ന് തൊട്ട് ഇന്നോളം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ഈ സംഭവം ശരിക്കും മമതയെ കുരുക്കിലാക്കുക തന്നെ ചെയ്യും അല്ലേ? കാരണം ഈ സുബേന്ദു അധികാരിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ PA തന്നെ ഇപ്പൊ പ്രേം പറഞ്ഞ പോലെ ഈ പറയുന്ന രണ്ടിന്റെയും ഇടയിൽ കൃത്യമായി കാര്യങ്ങൾ നീക്കിയിരുന്ന അദ്ദേഹത്തിന്റെ വലം കൈയാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അന്വേഷണം തീർച്ചയായിട്ടും BJPയുടെ കേന്ദ്ര നേതൃത്വം ഇടപെടും. മമതയ്ക്ക് അടുത്ത മറ്റൊരു വലിയ കുരുക്കിലേക്ക് പോകും. അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഗുണ്ടാ സംഘങ്ങൾ അവരുടെ സ്വയേച്ഛയാ ചെയ്ത സംഗതിയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം സുവേന്ദു അധികാരി തീർച്ചയായിട്ടും അവിടുത്തെ ശരിക്കും എയിം ചെയ്തിട്ടുണ്ടാവും. അതെ, അദ്ദേഹം അവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു. ഒരു പക്ഷേ വരുന്ന നാളുകളിൽ അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായി ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഇതിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. കാര്യം അദ്ദേഹത്തിന്റെ വലങ്കയായി നിന്നൊരാളെ വധിക്കുക എന്ന് വഴി കൃത്യമായ സന്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മമതാ ബാനർജിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ഒരു തിരിച്ചുവരവ് ഏറെക്കുറെ അസാധ്യമായ തരത്തിലാണ് അവിടുത്തെ ജനവിധി ഇപ്പോൾ ഉണ്ടായേക്കുന്നത്. ആകെ 207 സീറ്റിൽ നിലവിൽ BJP ഇപ്പോൾ ജയിച്ചു കയറിയിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 200-ലധികം സീറ്റ് ഉണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ വെറും 80-ൽ ഒതുങ്ങി നിൽക്കുക. എന്നിട്ട് പോലും ജനവിധി അംഗീകരിക്കുന്നില്ല, ഞാൻ രാജിവെക്കില്ല എന്നുള്ള കട്ടായം പറഞ്ഞു നിൽക്കുകയാണ് മമത. അപ്പോൾ മമത സമൂഹ മധ്യത്തിൽ സ്വയം അപഹാസ്യമാകുന്നതിനോടൊപ്പം തന്നെ ഈ തരത്തിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയതിന്റെ കുറഞ്ഞപക്ഷം അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമെങ്കിലും അവർക്ക് അവരുടെ നേരെ വരും. അവരുടെ ഗുണ്ടാരാജ് എല്ലാത്തിനെയും തൂത്തു തുടയ്ക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? അതെ, കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ബംഗാൾ എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയമായ ഇച്ഛയ്ക്കൊപ്പം അതിനപ്പുറം പല മേഖലകളും ഓരോ ഗുണ്ടാ സംഘങ്ങൾ അടക്കി വരികയും അവർക്ക് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിന്തുണ നൽകി വരികയും ചെയ്യുന്നുള്ളതാണ് അവരുടെ പഴയ രീതി. പണ്ട് CPM ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ CPM ആയിരുന്നു ഇത്തരം ഗുണ്ടാ സംഘങ്ങളുടെ തലതൊട്ടപ്പന്മാരായിട്ടുണ്ടായിരുന്നത്. അധികാരം മാറിയപ്പോൾ ആ ഒരു റോള് തൃണമൂൽ കോൺഗ്രസിന്റെ കയ്യിലോട്ട് വന്നു. ഇപ്പോൾ BJP അധികാരമേറ്റു. നമുക്കറിയാൻ സാധിക്കില്ല ഈ BJP സർക്കാർ വരുമ്പോഴും ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഭാവി എന്താകും. അവരുടെ പ്രഖ്യാപിത നിലപാട് ഇത്തരം ഗുണ്ടാ സംഘങ്ങൾ ഇപ്പോൾ ബീഹാറിൽ സംഭവിച്ചതുപോലെ അവിടെ ഒരു ശുദ്ധികലശം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സമാനമായി UPയിലും അത് തന്നെയാണ് നടന്നത്. ഗുണ്ടാ സംഘങ്ങളെല്ലാം തന്നെ BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അതിനൊരു നിലയ്ക്ക് നിർത്താൻ സാധിച്ചത്. പോലീസിംഗ് എന്ന് പറയുന്നത് കർക്കശമാക്കുകയും ചില എൻകൗണ്ടറുകൾ പോലും ഇപ്പോൾ മലയാള മാധ്യമങ്ങൾ പോലും UPയിൽ നടക്കുന്ന എൻകൗണ്ടറുകളെ മറ്റൊരു തരത്തിലാണ് ചിത്രീകരിക്കുക. പക്ഷേ അത് അനിവാര്യതയാണ് എന്ന തരത്തിൽ അവിടെയുള്ള ജനങ്ങളും വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ സമാനമായ സാഹചര്യത്തിൽ ഈ ബംഗാളും വരുന്ന ദിവസങ്ങളിൽ പോകും. പ്രത്യേകിച്ചും ബംഗാൾ നമ്മുടെ അതിർത്തി സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ ദേശീയ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകണം. ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് പഴയ ബംഗ്ലാദേശ് ഒന്നും അല്ലല്ലോ. അവിടെ രാജ്യവിരുദ്ധ ഇന്ത്യ വിരുദ്ധ ശക്തികൾ വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുന്നുണ്ട്. അവിടെ നിങ്ങോട്ടുള്ള നുഴഞ്ഞുകയറ്റവും അതേപോലുള്ള കാര്യങ്ങൾ നിരന്തരമായി ഇന്ത്യ വിരുദ്ധ ഭീഷണികളടക്കം മുഴക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ BJP അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും പോലീസിംഗ് എന്ന് പറയുന്ന സംഗതി കുറേ കൂടി കർക്കശമാകും. ഒരേ സമയം രാജ്യത്തകത്തുള്ള ഇത്തരം ആ സംസ്ഥാനത്തകത്ത് പ്രവർത്തിക്കുന്ന ഇത്തരം ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും കർക്കശ നിലപാട് വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കണം. ഏതായാലും ബംഗാളിനെ സംബന്ധിച്ച് ഇനി വരും മണിക്കൂറുകളിൽ അവിടെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഏതായാലും മമതയെ ഇംപീച്ച് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പരിപാടി നമ്മുടെ ഇന്ത്യ ജനാധിപത്യത്തിൽ തൽക്കാലം ഇല്ല. പക്ഷേ ഗവർണർക്ക് സ്വയം അവർക്ക് തീരുമാനമെടുക്കാം. അതെ, കാരണം ഈ പറയുന്ന തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നെന്നും അവിടെ ഒരു കക്ഷി തെരഞ്ഞെടുക്കപ്പെട്ടെന്നും അവർക്ക് ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ള കാര്യവും ഗവർണർക്കറിയാം. ഗവർണർക്ക് സ്വന്തം ഇഷ്ടത്തിൽ അവരെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാം, BJP ക്ഷണിക്കാം. അല്ലെങ്കിൽ സുവേന്ദു അധികാരിക്ക് നേരിട്ട് ഗവർണർക്ക് മുമ്പിൽ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതോടെ മമതയുടെ അടപ്പ് തീരും. അല്ലെങ്കിൽ സ്വാഭാവികമായി ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് പ്രകാരം ഒരു സർക്കാരിന് 5 വർഷം വരെ കാലാവധി ഉള്ളൂ. അപ്പോൾ ആ കാലാവധി പൂർത്തിയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ
സ്വയമേ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോവുകയല്ല, അതിന് നിയമപരമായി സാധുതയില്ല. അത്ര ഒരു ഭരണ സംവിധാനത്തിന് സാധുതയില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാകാത്ത ആളല്ല മമത. എന്നിട്ടും കടിച്ചു തൂങ്ങി അവരുടെ നിലവിൽ രാഷ്ട്രീയപരമായി നാണം കെട്ട് നിൽക്കുന്ന ഇപ്പോൾ സുവേന്ദു അധികാരിയോട് തുടർച്ചയായ 2ാം തവണയാണ് അവർ പരാജയപ്പെടുന്നതെന്ന് കൂടി ഓർക്കണം. അപ്പോൾ പ്രേമ ചോദിച്ചു പോവുകയാണ്, ഈ മമത യുഗം അവസാനിക്കുന്നു എന്ന് തന്നെ കരുതേണ്ടി വരുമോ? ഞാൻ പറഞ്ഞല്ലോ, ഈ ബംഗാൾ എന്ന് പറയുന്നത് കടുത്ത തീവ്രമായ പ്രാദേശികവാദവും ചില സമുദായ സംഘടനകളെ, ജാതിമത സംഘടനകളെ പ്രീണിപ്പിച്ചുകൊണ്ടും ഉള്ള ഒരു പരിപാടിയിലാണ് അവിടുത്തെ രാഷ്ട്രീയം നിലനിന്ന് പോന്നിരുന്നത്. അതിനി നടക്കില്ല. അവ ഈ BJP അകറ്റി നിർത്തിയിരുന്നത് അതൊരു ദേശീയ പാർട്ടിയാണ് പോലും എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഹിന്ദി എന്താ പറയുക സ്വാധീനമുള്ള രാഷ്ട്രീയ കക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് BJPക്കെതിരെയുള്ള പ്രചാരണമൊക്കെ. അപ്പോൾ അവിടുത്തെ ആ പ്രചാരണങ്ങളെ അവിടുത്തെ ജനം പുച്ഛിച്ച് എഴുതി തള്ളിക്കഴിഞ്ഞു. അപ്പോൾ ഇനി മമതാ ബാനർജിക്ക് ഒന്നുകിൽ അവരുടെ തെറ്റ് തിരുത്തി നേരെ പഴയ മമതാ ബാനർജിയായിട്ട് പണ്ട് CPM-നെതിരെ അവർ ഒന്നേന്ന് തുടങ്ങിയതുപോലെ BJPക്കെതിരെ ഒന്നേന്ന് തുടങ്ങി ജനകീയ പിന്തുണ നേടിയെടുത്ത് പഴയ നിലയിലേക്ക് വരാം. അല്ലെങ്കിൽ അവർക്ക് ഇനിയുള്ള കാലം ഈ പറയുന്നത് പോലെ ചില തമാശകളൊക്കെ പറഞ്ഞ് നമുക്ക് മാധ്യമങ്ങളടക്കം ചിന്തിച്ച് ചിരിക്കാനായിട്ടുള്ള വകകൾ ഒപ്പിച്ച് ശിഷ്ടകാലം കഴിഞ്ഞുകൂടാ. എന്താണെന്നുള്ളത് മമതയുടെ കയ്യിലാണ് തീരുമാനമിരിക്കുന്നത്. ഏതായാലും പുതിയ സാഹചര്യത്തിൽ കുറഞ്ഞത് ഒരു 2-3 ടേമിലേക്ക് BJP ബംഗാളിൽ തുടരും എന്നുള്ള കാര്യം ഉറപ്പാണ്.